ബിഗ് ബോസ് ഹൗസിൽ എന്നാലും ഈ ആഴ്ചയിലും അവിടുത്തെ മത്സരാർത്ഥികളുടെ സാലറിയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നാലും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിൽ ഓരോ ആഴ്ചകളിലും അവിടെയുള്ള മത്സരാർത്ഥികളുടെ ശമ്പളം എത്രയാണ്, അതുപോലെ തന്നെ അത് ഇത്തരത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം അവിടെ ലഭിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥി, അതുപോലെ തന്നെ ഏറ്റവും കുറവ് ശമ്പളത്തിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥി ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീക്കിലും നമ്മൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, അതായത് അവിടെ ഡെയിലി അല്ല സാലറി, അല്ലാതെ വീക്ക്ലി അല്ലല്ലോ എന്നുള്ള ഇതിൽ പറഞ്ഞിട്ട്. പക്ഷെ ഇത് കഴിഞ്ഞ സീസൺ വരെ ഇത്തരത്തിൽ ഡെയിലി എന്നുള്ള രീതിയിലാണെന്നാലും സാലറിയോടുള്ള മത്സരാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സീസൺ തുടങ്ങിയത് വീക്ക്ലി എന്നുള്ള ഇതിലേക്ക് എന്നാലും മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തുടങ്ങിയ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഓൾറെഡി കഴിഞ്ഞ സീസണിലൂടെ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥിയായിട്ടുള്ള സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ് വരെ ഓൾറെഡി പറഞ്ഞുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സീസൺ തുടങ്ങിയത് വീക്ക്ലി എന്നുള്ള ഇതിലേക്ക് എന്നാലും മാറിയിട്ടുണ്ട്, ഡെയിലി അല്ല എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സായി കൃഷ്ണനെ ഓൾറെഡി പറഞ്ഞുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ സീസണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയം ഈ സീസണിലുള്ള മത്സരാർത്ഥികൾക്ക് സാലറി വളരെയധികം കുറവാണ്, വളരെ കുറവാണ് എന്നാലും ഈ വീക്കിലി എന്നാലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഓൾറെഡി അദ്ദേഹം പറഞ്ഞുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഈ ആഴ്ചയിൽ എന്നാലും ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ് എന്നൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ശമ്പളത്തിൽ എങ്ങനെയാണ് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള മത്സരാർത്ഥികൾ എവിക്റ്റ് ആയി പോകുമ്പോൾ ആ എവിക്റ്റ് ആയി പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണോ അത് വീതിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്ന, അതായത് ലാസ്റ്റ് വീക്കിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു ഇൻസെന്റീവ് എന്നുള്ള രീതിയിലേക്ക് എന്തായാലും ഓരോ വീക്ക് വെച്ച് ആഡ് ആകുക എന്നുള്ള രീതിയിലാണ് എന്തായാലും അവിടെ സാലറീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആയി പോയത് ഈ പറയുന്ന ജിഷിനും അഭിലാഷോടാണ്. അപ്പൊ ജിഷിന്റെ സാലറി എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും ജിഷിന് എന്തായാലും ലാസ്റ്റ് വീക്കിൽ എന്തായാലും ലഭിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് അഭിശ്രീക്ക് ലാസ്റ്റ് വീക്കിൽ ലഭിച്ചുകൊണ്ടിരുന്നത് 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ്. എന്നാലും രണ്ടുപേരും ടോട്ടൽ സമ്മാനത്തിൽ 95,000 രൂപയാണ് എന്തായാലും മറ്റു മത്സരാർത്ഥികൾക്ക് എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഈ ആഴ്ച എന്തായാലും വിധിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ എങ്ങനെയൊക്കെയാണ് മാറിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ, സാബുമാന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 20,000 ആണ് അദ്ദേഹത്തിന്റെ ഒരു ബേസ് സാലറി. അതായത് ഇൻസെന്റീവ്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു മിനിമം ഒരു സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. സോ അതിന് പുറമെ ഇപ്പൊ ഒരു 5,000 കൂടി അഡീഷണലി ആടായിട്ട് ഒരു 25,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും സാബുമാൻ എന്തായാലും മാറിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ കുറച്ചുകൂടി ഇത്തിരി ഫൺ കാര്യങ്ങൾ എന്തായാലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഈ പറയുന്ന സാബുമാനെ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ പറ്റിയിട്ടുണ്ട്. അതായത് മറ്റു മത്സരാർത്ഥികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തട്ട് കുറച്ച് വീക്കാണ്. അതായത് മറ്റേ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കുറച്ചൊരിത്തിരി ഫൺ കൊണ്ടുവരാനും കാര്യങ്ങൾക്കും എല്ലാം ഈ പറയുന്ന സാബുമാനെ കൊണ്ട് ഇപ്പൊ നിലവിൽ എന്തായാലും സാധിക്കുന്നുണ്ട്. സോ ഒരു 5,000 രൂപ എന്തായാലും അഡീഷണലി ആഡായി 25,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും സാബുമാൻ എന്തായാലും ലഭിക്കുന്നുണ്ട്. അടുത്ത വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിയുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 30,000 ആണ്. അതായത് ഈ പറഞ്ഞ സാബുമാൻ 20 ആണെന്നെങ്കിൽ വേദലക്ഷ്മിക്ക് ഒരു ബേസ് സാലറി ആയിട്ട് എപ്പോഴും ഉള്ളത് 30,000 ആണ്. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്ന ഏറ്റവും അവസാനം 60,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ വരെ വേദലക്ഷ്മിക്ക് മാറിയിരുന്നതാണ്. ഇപ്പൊ ഒരു 5 കൂടി ആഡ് ആയിട്ട് 65,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിലേക്ക് എന്തായാലും വേദലക്ഷ്മിയുടെ സാലറിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഷാനവാസ് ആണ്. ഷാനവാസ് ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ആൾക്കൊരു ബേസ് സാലറി കൂടുതലാണ്. ഒരു 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിലാണ് എന്തായാലും ഈ പറയുന്ന ഷാനവാസിന് എന്തായാലും ലഭിക്കുന്നത്. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഏറ്റവും അവസാനം ഒരു 75,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ വരെ ലഭിച്ചിരുന്നതാണ്. ഇപ്പൊ ഒരു 10,000 കൂടി ആഡ് ആയിട്ട് ഒരു 85,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ നിന്നും ഷാനവാസിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാര്യം നമുക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും നല്ല രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാനും ഒരു ഫാൻ ബേസ് പിടിച്ചെടുക്കാനും എല്ലാം ഈ പറയുന്ന ഷാനവാസിനെ കൊണ്ട് എന്തായാലും സാധിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരാളും കൂടിയാണ് ഷാനവാസ്. അല്ല, അതായത് കളിക്കുന്ന സമയത്തും എല്ലാം കാണുന്നതാണ്. നല്ല രീതിയിൽ അത് ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും മറ്റുള്ളവരുടെ തലയിലേക്ക് അത് ഇട്ട് കൊടുക്കാനും അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും അടക്കം നല്ല രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. സോ ബിഗ് ബോസ് ഹൗസ് നമുക്കറിയില്ല, നല്ല രീതിയിൽ തലപൊകിച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ നല്ല രീതിയിലൊരു മൈൻഡ് ഗെയിമറാണ് ഷാനവാസ് എന്നുള്ള ഒരു കാര്യത്തിനകത്ത് യാതൊരു ഒരു കൺഫ്യൂഷനും ഇല്ല. അടുത്ത അനീഷാണ്. അനീഷിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 25,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഏറ്റവും അവസാനം ലഭിച്ചിരുന്നത് 75,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഒരു 20 കൂടി ആണായിട്ട് 95 ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും അനീഷിന് ലഭിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും അത് അനീഷ് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു കോമണറായിട്ട് കയറിയിട്ട് ഇത്രയും അധികം ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇത്രയും അധികം ഒരു നല്ല രീതിയിൽ കണ്ടന്റ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. സോ അനീഷിന് എന്തായാലും നല്ല രീതിയിൽ അവിടെ എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലൊരു വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അനീഷാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വേറെയും ഈ പറയുന്ന അനുമോള്, ഷാനവാസ് ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഒരു കോമണർ എന്നുള്ള രീതിയിൽ എന്തായാലും ഈ പറയുന്ന അനീഷ് നല്ല രീതിയിലൊരു സ്പേസ് എന്തായാലും പിടിച്ചെടുക്കാൻ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 മലയാളത്തിനകത്ത് എന്തായാലും സാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വേറെ സിനിമാ താരങ്ങൾ വരെ ഈ പറയുന്ന അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ. അത് ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെയാണ്. സോ അനീഷ് എന്തായാലും ഇപ്പോ എന്തായാലും ഡബിൾ ലഭിക്കുന്നത് 95,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ്. അടുത്ത ഒണിയിൽ സാബാണ്. ഒണിയിൽ സാബിന്റെ ബേസ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച 25,000 രൂപയാണ് എന്തായാലും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഏറ്റവും അവസാനം ഒരു 35,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ വരെ ലഭിച്ചിരുന്നതാണ്. ഇപ്പൊ അതിനകത്തേക്ക് ഒരു 5,000 കൂടി ആഡ് ആയിട്ട്
40,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും ഒണിൽ സാബുവിന് ലഭിക്കുന്നുണ്ട്. അത് ആര്യനാണ്. ആര്യൻ ടു ബേസ് സാലറി എന്ന് പറയുന്നത് 35,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ്. ഈ പറയുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഏറ്റവും അവസാനം ഒരു 55,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും ലാസ്റ്റ് വീക്ക് എന്തായാലും ആര്യൻ ലഭിച്ചിരുന്നത്. ഇപ്പൊ ഒരു 5,000 കൂടി ആഡ് ആയിട്ട് ഒരു 60,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും ഈ പറയുന്ന ആര്യൻ എന്തായാലും ലഭിക്കുന്നുണ്ട്. ആര്യൻ നമുക്കറിയാം ആദ്യം കുറച്ച് ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം ആര്യനെതിരെ വന്നിരുന്നെങ്കിൽ പോലും ഇപ്പൊ കുറച്ച് നാളായിട്ട് ആര്യൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫൺ ക്രിയേറ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ എന്തായാലും ആര്യനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഒണിയിൽ സാബുവിനെതിരെ വന്നൊരു ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ആര്യനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അതായത് ഈ പറയുന്ന ഒണിയിൽ സാബു ആദ്യ സമയങ്ങളിൽ കുറച്ച് വീക്കാണെങ്കിലും പിന്നെ കുറച്ച് പമ്പ് ചെയ്ത് വന്ന സമയത്ത് ഈ പറയുന്ന ആര്യനുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ആര്യനോട് ഈ പറയുന്ന ഒണിയിൽ സാബു പ്രതികരിച്ച രീതിയും എല്ലാം പറയുന്ന നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം ഈ പറയുന്ന ഒണിയിൽ സാബുവിന് ഒരു കാരണമായിരുന്നെങ്കിൽ പോലും ഒണിയിൽ സാബു അതിനെ റിപ്പീറ്റ് ചെയ്ത് ഈ പറയുന്ന ആര്യനെ തന്നെ ഫോക്കസ് ചെയ്ത് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒണിയിൽ സാബു ഇപ്പൊ ഒരു ചെറിയ രീതിയിലൊരു ഇറിറ്റേഷൻ ആയി മാറുകയും അതുപോലെ തന്നെ ആര്യന് അതൊരു ഗുണം ചെയ്യുകയും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി എടുക്കാനും എല്ലാം കാരണമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല മൊത്തത്തിൽ ടോട്ടാലിറ്റി ഒരു ഫൺ മേക്ക് ചെയ്യാൻ എന്തായാലും ആര്യന്റെ കുറച്ച് ശ്രമങ്ങൾ നല്ല രീതിയിൽ എന്തായാലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും ഈ പറയുന്ന ആര്യനും അതിന്റെ ഒരു സാലറീസും അതുപോലെ തന്നെ വോട്ടിങ്ങിന്റെ സമയത്തും എല്ലാം ആര്യനൊരു ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ലാസ്റ്റ് വീക്കിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചതാണ്. സോ എന്നാലും അടുത്ത് ജിസേലിൽ ഒരു ബേസ് സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണെന്നാലും ജിസേലിന് ലഭിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഏറ്റവും അവസാനം ഒരു 65,000 രൂപ എന്നുള്ള രീതിയിൽ വരെ വന്നിരുന്നതാണ്. ഒരു 10 കൂടി ആഡ് ആയിട്ട് 75,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും ജിസേലിന് ലഭിക്കുന്നുണ്ട്. ജിസേലിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി സൈഡിലൂടെ പോവാണ്. അത് ഭയങ്കര ആക്റ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴുള്ള മത്സരാർത്ഥികളിനകത്തൊരു നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉള്ള നല്ല രീതിയിൽ ഒരുപക്ഷെ മുന്നോട്ട് വരാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിസയിലാണ്. നമുക്കത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതിനടുത്ത് ആദില നൂറ കപ്പിൾസ് ആണ്. ഇപ്പൊ എന്തായാലും നമുക്കറിയാം ഒരു സെപ്പറേറ്റ് ആണ്. അതായത് രണ്ട് മത്സരാർത്ഥികളായിട്ട് തന്നെ എന്തായാലും അവരെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഇപ്പൊ നിലവിലുള്ള സാലറി എന്ന് പറയുന്നത് 35,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലും നൂറുടെ ഒരു ഇപ്പൊ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 40,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഇതിനകത്ത് നൂറക്ക് 10 എന്തായാലും ഈ വീക്കിൽ എന്തായാലും ആഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലൊക്കെ ഒരു 5,000 എന്തായാലും ഈ ആഴ്ചയിൽ എന്തായാലും ആഡ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നെവിൻ ആണ്. നെവിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 25,000 രൂപ എന്നുള്ള രീതിയിലാണ്. അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഏറ്റവും അവസാനം 55,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്തായാലും നെവിൻ ലഭിച്ചിരുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ ഒരു 5,000 കൂടി ആഡ് ആയിട്ട് ഒരു 60,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിലേക്ക് എന്തായാലും നെവിന്റെ സാലറിയും മാറിയിട്ടുണ്ട്. നെവിൻ അറിയാം ഈ പറയുന്ന രീതിയിൽ കുറച്ച് ഫണ്ടൊക്കെ മേക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ചെറിയ രീതിയിലൊരു ഇറിറ്റേഷൻ മോഡിലേക്ക് എന്തായാലും നെവിന്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്, കളികൾ പോകുന്നുണ്ട്. സോ നെവിനൊക്കെ എങ്ങനെയാണ് ഒരുപാട് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ചെറിയ രീതിയിലൊരു സാലറിയും കാര്യങ്ങളും എന്തായാലും നെവിനും എന്തായാലും മാറുന്നുണ്ട്. പിന്നെ അനുമോളാണ്. അനുമോൾ നമ്മൾ ഇതിന് മുന്നേയും സംസാരിച്ചിട്ടുള്ളതാണ്. അവിടെ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന ഒരു മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് അനുമോളാണ്. അനുമോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു ബേസ് സാലറി അടക്കം 50,000 രൂപ എന്നുള്ള ഇതിൽ എന്തായാലും അനുമോൾക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം വന്ന് 95,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും ലാസ്റ്റ് വീക്കിലേക്ക് പറഞ്ഞ അനുമോൾക്ക് എന്തായാലും ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു അതിന് പുറമെ ഒരു 15,000 കൂടി ആഡ് ആയിട്ട് 1,10,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും അനുമോൾക്ക് എന്തായാലും ഈ ഒരു വീക്കിൽ അനുമോൾക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരേക്ക് സാലറിനെ കുറിച്ച് പറയുന്ന സമയം തന്നെ നമ്മൾ അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഇപ്പോൾ കളിക്കുന്ന പല മത്സരാർത്ഥികളെക്കാളും മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ടും സാധ്യത ഉണ്ടായിരുന്ന പല ആൾക്കാരും എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റിനെ പോയ ജിഷിന്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ പോയ പല മത്സരാർത്ഥികളെ നോക്കുകയാണെങ്കിൽ തന്നെ അതിനേക്കാളും വീക്കർ ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ എന്തായാലും ഈ പറയുന്ന സീസൺ 7 ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ പറയുന്ന പുറത്തേക്ക് പോകുന്നവരെല്ലാരും ഈ പറയുന്ന ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണമെന്നില്ല. ഇതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്. സോ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശമ്പളത്തിനകത്തും അതിന്റെ മാറ്റങ്ങൾ എന്തായാലും ഈ പറയുന്ന വ്യത്യസ്തതകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും അക്ബറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അക്ബറിന് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 30,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും അക്ബറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഏറ്റവും അവസാനം ഒരു 75,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്തായാലും മാറി വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഈ പറയുന്ന സാലറിയിലും കാര്യങ്ങളും എല്ലാം ഈ ആഴ്ച എന്തായാലും വന്നിരിക്കുന്ന ഒരു മാറ്റം. പിന്നെ ആ ഒരു കാര്യം കൂടി പറയാം, ഇതെല്ലാം അൺഒഫീഷ്യൽ ഡാറ്റാസ് ആണ്. ഈ പറയുന്നത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യാന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൈഡിൽ നിന്നോ പുറത്തു വന്നിരിക്കുന്ന ഡാറ്റാസ് അല്ല. ഇത്തരത്തിൽ അൺഒഫീഷ്യൽ ആയിട്ട് പല സോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന എവിക്ഷൻ അടക്കം നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന്റെ സൈഡിൽ നിന്ന് പുറത്തു വിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത്തരത്തിൽ പുറത്തു വിടാറുള്ളതാണ്. ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷൻസ് അടക്കം നമ്മൾ നോക്കിയാൽ അറിയാം. അവർ രണ്ടുപേരെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നതാണ്. എല്ലാം കറക്റ്റ് ആയിട്ട് അതുപോലെ സംഭവിക്കുകയും ചെയ്തതാണ്. അതായത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല കാര്യങ്ങളും അതായത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന്റെ സൈഡിൽ നിന്ന് പുറത്തു വിടുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ പല സോഴ്സിലൂടെ എന്നാലും പുറത്തേക്ക് വരുന്നതാണ്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. അല്ലാതെ ഒരിക്കലും ഒഫീഷ്യലി ഈ പറയുന്ന ടീംസിന്റെ സൈഡിൽ നിന്ന് എന്തായാലും പുറത്തു വിട്ടിരിക്കുന്ന ഒരു ഡാറ്റാസിനെ ബേസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന
പറ്റുന്ന ഒരു വീഡിയോസ് അല്ല ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.